കടുവ, പുലി ഇവയൊക്കെ നാട്ടിലിറങ്ങിയാൽ ആദ്യപടി എന്ന നിലയിൽ വേണ്ടത് ഒരു 6 അംഗ സമിതി രൂപീകരിക്കലാണ്. പുലി നാട്ടിലിറങ്ങിയാൽ ഈ 6 അംഗ സമിതി ചേർന്ന് അവരിരുന്ന് കമ്മിറ്റി കൂടി അതിനുശേഷം കാര്യങ്ങൾ നീക്കുകയാണ്. അപ്പോൾ ഈ കമ്മിറ്റി കഴിയുന്നതുവരെ പുലി ആ സ്ഥലത്ത് നമ്മുടെ നിയമത്തിൻ്റെ ഒരു അവസ്ഥയാണ് ഞാൻ പറയുന്നത്. പുലി അവിടെ തന്നെ നിൽക്കുമെന്ന് കാണാൻ പറ്റില്ല. സ്ഥിരമായി മനുഷ്യൻ്റെ മരണത്തിന് കാരണമാകുന്ന കൊല്ലുന്നത് ശീലമാക്കിയ കടുവയല്ലെങ്കിൽ അതിനെ യാതൊരു കാരണവശാലും 1972 വന്യജീവി സംരക്ഷണ നിയമപ്രകാരം കൊല്ലാൻ പാടില്ല. അടിയന്തര സാഹചര്യങ്ങളിൽ കാട്ടാനകളെ നേരിടുന്നതിനും ഇപ്രകാരം മാർഗനിർദ്ദേശങ്ങളും SOPയും നിലവിലുണ്ട്. ആനയെ തിരിച്ചറിയുന്നതിനുള്ള നടപടികൾ, അതിൻ്റെ ചലനം നിരീക്ഷിക്കൽ, ക്യാമറകൾ സ്ഥാപിക്കൽ, ഇത്തരം കാര്യങ്ങൾ അതിൽ ചിലതാണ്. ഇതിനായി DFO അല്ലെങ്കിൽ വൈൽഡ് ലൈഫ് വാർഡൻ്റെ റിപ്പോർട്ട്, അത് ശുപാർശ ചെയ്തുകൊണ്ട് CCFൻ്റെ റിപ്പോർട്ട്, ഇവ ലഭിച്ചാൽ മാത്രമേ മയക്കുവെടി വെച്ച് പിടിക്കാൻ ചീഫ് വൈൽഡ് വാർഡന് അനുമതി നൽകാൻ സാധിക്കുകയുള്ളൂ. ഇത്തരം നടപടിക്രമങ്ങൾ പാലിക്കേണ്ടി വരുന്നതുകൊണ്ടാണ് മയക്കുവെടി വെക്കാനുള്ള ഉത്തരവ് പുറപ്പെടുവിക്കാൻ പോലും കാലതാമസം നേരിടുന്നത്. ഇത് പൊതുജനങ്ങളുടെ പരാതിക്ക് വലിയ തോതിൽ കാരണമാവുകയും ചെയ്യുന്നുണ്ട്. കേന്ദ്ര നിയമത്തിൻ്റെ പട്ടിക 2 പറഞ്ഞ കാട്ടുപന്നിയെപ്പോലും ക്ഷുദ്രജീവിയായി പ്രഖ്യാപിച്ച് അവയെ ഏതു വിധേനയും കൊല്ലുന്നതിന് നിരവധി തവണ സംസ്ഥാനം അനുമതി തേടിയതാണ്. പക്ഷേ കേന്ദ്ര സർക്കാർ ആവർത്തിച്ച് അനുമതി നിഷേധിക്കുകയാണ്. ഇത്തരം സാഹചര്യങ്ങൾ നിലവിലുള്ളതുകൊണ്ടാണ് കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമം ഭേദഗതി ചെയ്യണമെന്നും അതിന് കീഴിൽ കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ച എല്ലാ കർശന നിയന്ത്രണങ്ങളും നടപടിക്രമങ്ങളും ലഘൂകരിക്കണമെന്നും കേരള നിയമസഭ പ്രമേയം വഴി കേന്ദ്ര സർക്കാരിനോട് നേരത്തെ അഭ്യർത്ഥിച്ചത്. കേന്ദ്ര സർക്കാർ ഈ പ്രശ്നത്തിൽ സംസ്ഥാനത്തിൻ്റെ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കി നടപടികൾ സ്വീകരിക്കുകയാണ് വേണ്ടത്. അതിന് മുൻകൈയെടുക്കാൻ സംസ്ഥാനത്തുള്ള പാർലമെൻറ്റ് അംഗങ്ങൾ തയ്യാറാകണമെന്നുകൂടി ഈ ഘട്ടത്തിൽ അഭ്യർത്ഥിക്കുകയാണ്.